ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജിയിലെ 4th സെമസ്റ്ററിലെ സോഷ്യോളജി ഓഫ് കേരളം എന്നതിലെ 4ാമത്തെ ചാപ്റ്ററാണ്, കണ്ടംപററി കേരള സൊസൈറ്റി. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യോളജിയുടെ 1st സെമസ്റ്റർ മുതൽ 6th സെമസ്റ്റർ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മൊഡ്യൂൾ 4 കണ്ടംപററി കേരള സൊസൈറ്റി. ഇതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് കേരളാസ് പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രം എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിച്ചത്, അവരുടെ സാക്ഷരതയെയും അതുപോലെ തന്നെ അവരുടെ തൊഴിലവസരങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ശാസ്ത്രം സ്വാധീനിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു കൂട്ടം ശാസ്ത്ര എഴുത്തുകാർ ചേർന്ന് തങ്ങളുടെ ശാസ്ത്ര കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ ശാസ്ത്ര മനോഭാവം വളർത്തിയെടുക്കുന്നതിനും വേണ്ടി 1963 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 1963 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന ഒരു പ്രസ്ഥാനം ശാസ്ത്ര എഴുത്തുകാർ ചേർന്ന് അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. ഒരു വികസിത രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പങ്ക് വലുതാണ്. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളുമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് കാരണമാകുന്നത്. നമുക്കറിയാലോ, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അത്യാവശ്യമാണ് അല്ലേ? ഇന്ന് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ നിന്നാണ് ഇത്തരം ജനകീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണാധികാരികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും അത് സമൂഹത്തിലെ ഉന്നതർക്ക് മാത്രമാണ് ഉപയോഗപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ എന്നും താഴ്ന്ന നിലയിൽ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എപ്പോഴും ഉയർന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ ഉയർന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾക്കായിരുന്നു എപ്പോഴും മുൻഗണന. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത് ആരായിരുന്നു? ഈ ഉയർന്ന ആളുകൾ മാത്രമായിരുന്നു. ഇതിൽ കർഷകരും സാധാരണക്കാരും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രയോജനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന ആളുകൾ പല ആനുകൂല്യങ്ങളും നേടിയെടുത്തു. അപ്പോഴും താഴ്ന്ന തലത്തിൽപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ശാസ്ത്രം ജനകീയമാകുന്നതിനും ശാസ്ത്രബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഒരുപാട് ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും അവ സമൂഹത്തിലെ താഴ്ന്ന തലത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റ് തൊഴിലവസരങ്ങളൊക്കെ നേടി. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അപ്പോഴും ആ ഒരു മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഒരു ശാസ്ത്രം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും അവർ താഴ്ന്ന ജാതിക്കാരെ ഫോക്കസ് ചെയ്യുകയും ചെയ്തത്. കൂടാതെ ശാസ്ത്രം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും ഈ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇത്തരം പ്രസ്ഥാനങ്ങൾ ജനകീയമാക്കാൻ സഹായിച്ച ചില എഴുത്തുകാരെ ചുവടെ ചേർക്കുന്നു. ആരൊക്കെയാണ്? ജി അടിയോടി, ഡോക്ടർ KK നായർ, CKO പണിക്കർ, KP മേനോൻ തുടങ്ങിയവരൊക്കെ ഇത്തരം താഴ്ന്ന കാസ്റ്റിൽപ്പെട്ടവർ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 1963 ഈ ഒരു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് ശാസ്ത്രീയമായ അറിവ് നൽകുക. എന്താണ്? ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ജനങ്ങൾക്ക് ശാസ്ത്രീയമായ അറിവ് നൽകുക. രണ്ടാമത്തത് സമാന ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന
മറ്റു സംഘടനകളെ സഹായിക്കുക. ഇതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളെ കൂടി എന്ത് ചെയ്യാം, സഹായിക്കുക. ജനങ്ങൾക്കിടയിൽ ശാസ്ത്രത്തോടുള്ള താല്പര്യം വളർത്തുക. മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത് എന്താണ്? ജനങ്ങൾക്കിടയിൽ ശാസ്ത്രത്തോടുള്ള താല്പര്യം വളർത്തുക. അടുത്തത് ശാസ്ത്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ശാസ്ത്രബോധം വളർത്തുക. എന്നിവയൊക്കെയാണ് ഈ ഒരു ശാസ്ത്ര സാങ്കേതിക പരിഷത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് എന്ന സംഘടനയുടെ വക്താക്കൾ ഈ സംഘടന ജനകീയവൽക്കരിക്കുന്നതിനും അതുപോലെ ശാസ്ത്രീയവൽക്കരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ നിരവധി ആനുകാലികങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 1980 ശേഷം ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ചില മാറ്റം വരുത്തുകയുണ്ടായി. കൂടാതെ വിദ്യാഭ്യാസം, പരിസ്ഥിതി, ഊർജം, സാക്ഷരത തുടങ്ങി പല മേഖലകളിലേക്ക് കൂടി ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ശുഭാപ്തി വിശ്വാസം വളർത്തുക, ശാസ്ത്രീയ അറിവുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക, സമത്വം, സുസ്ഥിരത എന്നിവയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രശ്നങ്ങൾ തടയുക, പൊതുജനങ്ങളിലേക്ക് സാങ്കേതിക വിദ്യ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, ഇവയെല്ലാം ഈ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയായിരുന്നു. അപ്പോൾ എന്താണ് ശാസ്ത്ര സാങ്കേതിക പരിഷത്ത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ അല്ലേ? പലതരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുടിയേറ്റം എന്നത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ആളുകളുടെ മാറ്റമാണ്. രാജ്യത്തിനകത്തും പുറത്തും ഇത്തരം കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടിയേറ്റം എന്നതൊരു സാമൂഹിക ചലനമാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരവധി ഘടകങ്ങൾ കുടിയേറ്റത്തെ സ്വാധീനിക്കുന്നു. കുടിയേറ്റങ്ങൾ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിലൊന്നാമതാണ് ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തിലേക്കുള്ള കുടിയേറ്റം. രണ്ടാമത്തത് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്കുള്ളത്. മൂന്നാമതായി വരുന്നത് നഗരത്തിൽ നിന്നും നഗരത്തിലേക്ക്. നാലാമത്തത് നഗരത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക്. ഇത്തരം 4 തരത്തിലുള്ള കുടിയേറ്റങ്ങളാണുള്ളത്. പണ്ട് കാലങ്ങളിൽ കുടിയേറ്റം സർവ്വസാധാരണമായിരുന്നു. 1961 കാലഘട്ടങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റമായിരുന്നു കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നും അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറി താമസിക്കാം. പിന്നീട് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്കുള്ള കുടിയേറ്റം വർദ്ധിക്കാൻ തുടങ്ങി. അതായത് തൊഴിലവസരങ്ങളൊക്കെ കൂടുന്ന ആ ഒരു സമയത്താണ് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം വർദ്ധിക്കാൻ തുടങ്ങിയത്. ഗ്രാമീണ കുടിയേറ്റങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞ് മറ്റ് ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തിലേക്ക് പോകുന്നതും ഒരു തരം കുടിയേറ്റം തന്നെയായിരുന്നു. അടുത്തത് ഗൾഫ് കുടിയേറ്റം, ഗൾഫ് മൈഗ്രേഷൻ. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറി പാർക്കുന്നത് സർവ്വസാധാരണമാണ്. ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ നിരവധി അന്യസംസ്ഥാനക്കാർ കേരളത്തിലേക്ക് കുടിയേറി പാർക്കാൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇന്ന് പല ആളുകളും നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലെങ്കിൽ നേരെ എങ്ങോട്ട് പോകാനാണ് ശ്രമിക്കുക? വിദേശത്തേക്ക് അല്ലേ? അവിടെ ഒരുപാട് നമുക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അവിടേക്ക് അവർ താമസം മാറുകയാണ്. കൂടെ കുറച്ച് കഴിഞ്ഞാൽ അവരെന്തും കൂടി ചെയ്യും? അവരുടെ ഫാമിലിയെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അവർ അവിടെയായിരിക്കും, ആ ഒരു ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും താമസിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത്. ജോലിക്ക് വേണ്ടി ആദ്യം അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കും. പിന്നെന്ത് ചെയ്യും? അവരെ ഫാമിലിയൊക്കെ കൂടെ കൊണ്ടുപോകും അല്ലേ? പിന്നെ അവിടെ സ്ഥിരതാമസമാവും. അപ്പോൾ ഇതാണ് ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ എന്താണ്? നമുക്ക് കേരളത്തിലുള്ള ആളുകളെക്കാളും കൂടുതൽ ഇപ്പോൾ അന്യ സംസ്ഥാനക്കാരാണ് അല്ലേ കേരളത്തിലുള്ളത്. അപ്പം ആ അന്യ സംസ്ഥാനക്കാർ എന്താണ്? ഒരു തരം കുടിയേറ്റം തന്നെയല്ലേ അവരുടേതും. അവരവരുടെ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വന്നതാണ്. പിന്നീട് അവരെന്തായി? ഇവിടെ സ്ഥിരതാമസമായി അല്ലേ? ഇതും ഒരു തരത്തിലുള്ള കുടിയേറ്റം തന്നെയാണ്. 1990 മുതൽ 2011 വരെയുള്ള കാലഘട്ടം നോക്കിയാൽ കുടിയേറ്റത്തെ 5 ഘട്ടങ്ങളാക്കി നമുക്ക് തിരിക്കാൻ കഴിയും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ 1990 മുതൽ 1993 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ഘട്ടമായിട്ട് വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം വളരെ കൂടുതലായിരുന്നു. 1993 മുതൽ 1997 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം ഘട്ടമായിട്ട് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലും കുടിയേറ്റം തുടർന്നിരുന്നു. തൊഴിൽപരമായാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ആളുകൾ കുടിയേറിയിരുന്നത്. അതായത് ആരോഗ്യരംഗത്തും
ആശുപത്രി രംഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ബാങ്കിങ് മേഖലയിലേക്കൊക്കെ ആയിട്ട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അടുത്തത് 1997 മുതൽ 1999 വരെയുള്ള കാലഘട്ടമാണ് മൂന്നാം ഘട്ടം. ഈ കാലഘട്ടത്തിൽ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനായിട്ട് സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള രാഷ്ട്രങ്ങൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതായത് ഒരുപാട് പേര് അവിടേക്ക് ഇങ്ങനെ ജോലിക്കും മറ്റുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ജനസംഖ്യയിൽ വർധനവ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു കുടിയേറ്റം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള രാഷ്ട്രങ്ങൾ ചില കുടിയേറ്റക്കാർക്ക് അല്ലെങ്കിൽ വരുന്നവർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുവഴി കുടിയേറ്റത്തിൽ ഒരു പരിധി വരെ നിയന്ത്രണം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അടുത്തത് 2000 മുതൽ 2008 വരെയുള്ള കാലഘട്ടമാണ് നാലാം ഘട്ടമായിട്ട് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഉയർന്ന സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർക്കും വിദേശ രാജ്യങ്ങൾ, അതായത് UAE പോലുള്ള വിദേശ രാജ്യങ്ങൾ വിവിധ തൊഴിലവസരങ്ങൾ നൽകി തുടങ്ങിയത്. ഇതോടെ കുടിയേറ്റം വർദ്ധിച്ചു. ഇത് നിയന്ത്രിക്കുന്നതിനായിട്ട് അവശ്യ സാധനങ്ങളുടെ വില അവർ കൂട്ടി. അപ്പോൾ എന്താണ്, ഈ ഒരു ചിലവ് താങ്ങാനാവാതെ അല്ലെങ്കിൽ ചിലവ് നോക്കാൻ കഴിയാതെ കുറച്ച് പേരെങ്കിലും ഈ ഒരു കുടിയേറ്റത്തിൽ നിന്ന് പിന്മാറും എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എന്താ ചെയ്തതെന്നറിയോ? ഈ ഒരു അന്താരാഷ്ട്ര കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പിന്നീടുള്ള അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത് 2009 മുതൽ 2011 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഈ ഘട്ടത്തിൽ കുടിയേറ്റത്തിൽ ചെറിയ കുറവൊക്കെ വന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രവാസി തൊഴിലാളികളിൽ 30%-ലധികവും ഇന്ത്യക്കാരായിരുന്നു. ഓക്കെ, അടുത്തത് മൈഗ്രേഷൻ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ മൈഗ്രേഷൻ ടു കേരള, അതായത് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള കുടിയേറ്റം. 1970, 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതായത് കർണാടക, ഒഡീഷ, ബീഹാർ, ബംഗാൾ, ആസാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ പ്രധാനമായും തൊഴിലിന് വേണ്ടിയിട്ടായിരുന്നു കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഉയർന്ന പ്രതിഫലം, ദിവസവേതന തൊഴിലുകൾ, സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷ എന്നിവയെല്ലാമായിരുന്നു ഇത്തരം തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിച്ചത്. കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ ഇന്ന് എല്ലാവിധ ജോലികളിലും പങ്കാളികളാണ്. നമ്മൾ കാണാറുണ്ട് അല്ലേ, ഒരു ഹോട്ടലിൽ പോയാൽ, ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കാൻ, നമ്മുടെ വീടുകളിൽ വീട് പണിക്ക്, എല്ലാ സ്ഥലത്തും ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ എല്ലാ മേഖലയിലും അവർ ഇന്ന് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും ഷോർട്ടായിട്ടാണ് ഞാൻ ഓരോന്നും നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാനുള്ളതേ ഉള്ളൂ. എസ്സേ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാൻ പറ്റിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അടുത്തത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു എന്ത്? ജെൻഡർ റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ലിംഗ വിവേചനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് ലിംഗസമത്വം നിലനിർത്തപ്പെടുന്നില്ല. കേരളത്തിൽ ലിംഗവിവേചനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പുരുഷന്മാർക്ക് കിട്ടുന്ന അവകാശങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലിംഗവിവേചനമൊക്കെ എത്രയോ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാലും ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും വിവേചനം നേരിട്ടിരുന്നു പണ്ട് കാലങ്ങളിൽ. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായി സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുകയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേരളത്തിലെ സ്ത്രീകൾക്ക് കുറഞ്ഞ പദവി മാത്രം നൽകുന്നത് വളരെ ദയനീയമായിരുന്നു. നമുക്കറിയാം, കേരളമാണ് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ളത് അല്ലേ. ആ ഒരു സംസ്ഥാനത്ത് തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നത് വളരെ ദയനീയകരമായിരുന്നു. 2011 അഖിലേന്ത്യാ ലിംഗാനുപാതം 1940 ആയിരുന്നു. അതായത് 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകൾ എന്ന രീതിയിൽ. എന്നാൽ കേരളത്തിൽ അത് 1084 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതായിരുന്നു ലിംഗാനുപാതം. സ്ത്രീ സാക്ഷരത ഇന്ത്യയിലെ മൊത്തമായി അപേക്ഷിച്ച് കേരളത്തിലാണ് കൂടുതൽ. അതായത് ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 65% സ്ത്രീ സാക്ഷരത. എന്നാൽ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ 92% സ്ത്രീ സാക്ഷരതയുണ്ട്. എന്നാൽ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും
അതുപോലെ തന്നെ ജോലികളിലും ഒക്കെ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ റോളുകളിൽ അമ്മ, സഹോദരി, ഭാര്യ, മകൾ, മരുമകൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റോളുകളിൽ സ്ത്രീ ഉണ്ട് അല്ലേ. അപ്പോൾ ആ റോളുകൾ നോക്കുന്നതോട് കൂടി തന്നെ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ സ്ത്രീ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയും തുല്യത പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല എന്നാണ് യഥാർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്തരം സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും പല മേഖലയിലും ഇന്നും പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്രയും സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആ ഒരു പദവിയോ സ്ത്രീക്ക് ഇന്നും ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ലൈവ്ലിഹുഡ് ഇഷ്യൂസ്, ഫിഷർ ഫോക്സ്, ട്രൈബൽസ് ആൻഡ് ഫാർമേഴ്സ് അടുത്ത ടോപ്പിക്കാണ് കേട്ടോ. അതായത് ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ ആരുടെയൊക്കെയാണ്? ഫിഷർ ഫോക്സ്, അതായത് മത്സ്യത്തൊഴിലാളികൾ, ട്രൈബൽസ്, അതുപോലെ തന്നെ കർഷകർ, ഫാർമേഴ്സിൻ്റെയൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഫിഷർ ഫോക്സ്, മത്സ്യത്തൊഴിലാളികൾ. ഏറ്റവും വലിയ സമുദ്ര സംസ്ഥാനം എന്ന പേര് നേടിയ കേരളത്തിൽ 589.5 കിലോമീറ്റർ തീരദേശമാണ്. കേരളത്തിൽ ആകെ 44 നദികളും 45 കായലുകളുമാണ് ഉള്ളതെന്ന് നമുക്കറിയാലോ. കൂടാതെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കേരളത്തിലാണ്. ആയതിനാൽ ഒരുപാട് പേർക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. മത്സ്യത്തൊഴിലാളികളിൽ ഒരു സമുദായക്കാർ മാത്രമല്ല ഉള്ളത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തീരദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത്. മത്സ്യബന്ധനം മാത്രമായിരുന്നു ഇവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ വേലിയേറ്റം, വേലിയിറക്കം, സുനാമി, ട്രോളിംഗ് തുടങ്ങി ഇത്തരം നിരവധി കാര്യങ്ങൾ പലപ്പോഴും ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കിയിരുന്നു. ഓരോ പ്രദേശത്തെയും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം പേരുകളുണ്ടായിരുന്നു. വേലാന, അരയന എന്നിവയൊക്കെ കൊച്ചി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പേരായിരുന്നു. അതുപോലെ വേലൻ, അരയൻ, മുക്കുവ, മരക്കാർ തുടങ്ങിയവയൊക്കെ കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ പേരുകളായിരുന്നു. അവരറിയപ്പെടുന്നത് ആ ഒരു പേരിലായിരുന്നു. കേരളത്തിൻ്റെ തെക്കുഭാഗത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികളായിട്ട് കൂടുതലുള്ളത്. ഇവരെ മുക്കുവ സമുദായത്തിലുള്ളവരാണ്. എന്നാൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലാണ് മുസ്ലിം തൊഴിലാളികൾ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഫിഷറീസ് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ഇത് 2 തരത്തിലാണുള്ളത്. ഒന്ന് പരമ്പരാഗത ഫിഷറീസ് സമ്പദ് വ്യവസ്ഥയും രണ്ടാമത്തത് യന്ത്രവൽകൃത ഫിഷറീസ് സമ്പദ് വ്യവസ്ഥയും. അതായത് പരമ്പരാഗത രീതിയിലുള്ള മീൻപിടുത്തവും രണ്ടാമത്തത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും എന്താണെന്ന് നോക്കാം. പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്ക് കടലിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. എന്നാൽ യന്ത്രവൽക്കരണത്തോടെ പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തകർച്ചയുണ്ടാവാൻ തുടങ്ങി. പരമ്പരാഗതമായിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് അവർ കടലിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടാവുക, അതുപോലെ ഏത് ഭാഗത്തേക്ക് പോകരുത്, കടലിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണം എന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്നാൽ ഇന്ന് യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ യന്ത്രവൽകൃത മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ഇതൊന്നും അത്ര അറിവുള്ള കാര്യമായിരിക്കില്ല. ഓക്കെ, കേരളത്തിൽ 66% ആളുകൾ മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. പാരമ്പര്യ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഏറെ പേരും ഇന്ന് യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണങ്ങൾ: ഒന്ന്, തീരദേശത്ത് മത്സ്യങ്ങൾ കുറയുന്നു എന്നതാണ്. ആഴക്കടലിലേക്ക് പോയാൽ മാത്രമേ അവർക്ക് വേണ്ട മത്സ്യം കിട്ടുള്ളൂ. അപ്പോൾ തീരദേശങ്ങളിലൊക്കെ മീൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉൾക്കടലുകളിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത രീതിയിൽ അവിടേക്ക് ചെല്ലുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അതുകൊണ്ട് യന്ത്രവൽകൃത മത്സ്യബന്ധനം അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. യന്ത്രവൽകൃത മത്സ്യബന്ധനം നടത്തുന്നവർക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്നുണ്ട്. എന്നാൽ പാരമ്പര്യ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ചില സാഹചര്യങ്ങളിൽ വരുമാനം ലഭിക്കാറില്ല. നമ്മൾ പറഞ്ഞു, വേലിയേറ്റം, വേലിയിറക്കം, അതുപോലെ തന്നെ ശക്തമായ കാറ്റ്, മഴ തുടങ്ങി പല സാഹചര്യങ്ങളിലും അവർക്ക് കടലിലേക്ക് പോകാൻ കഴിയാതെ വരും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും അവർക്ക് ജോലി ഇല്ലാതെയും വരുമാനം ഇല്ലാതെയൊക്കെ ആവും. എന്നാൽ ഇത്തരത്തിലുള്ള യന്ത്രവൽകൃതമായിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ഥിര വരുമാനവും ഉണ്ട്. മൂന്നാമതായിട്ട് ഇന്ധന വർധനവുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യവിപണിയിലെ പൊരുത്തക്കേടുകൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിലൂടെ തൊഴിലാളികൾക്ക് വിലയുടെ മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അതായത് മത്സ്യബന്ധനത്തിൻ്റെയും അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെയും മറ്റു വിലകളെയൊക്കെ ഏകദേശം നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്.
ഹാർബറുകളിലും മാർക്കറ്റുകളിലുമുള്ള തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പാരമ്പര്യ രീതിയിൽ നിന്നും യന്ത്രവൽകൃത രീതിയിലേക്ക് മാറാൻ ആളുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം എസ്സേക്ക് ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാം. ഓക്കെ, അടുത്തത് കുറഞ്ഞ സാക്ഷരത, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, വൃത്തിഹീനമായ ചുറ്റുപാട് തുടങ്ങി നിരവധി കാരണങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വികസന പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സ്യബന്ധനം നടത്തുന്നവർ അധികം പുരോഗമനമില്ലാത്ത ആളുകളാണല്ലേ, അധികം വിദ്യാഭ്യാസം അവർക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിൽ ഉയർന്ന രീതിയിലല്ല അവർ ജീവിക്കുന്നത്, സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നും അവരെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന മരണനിരക്കും അനാരോഗ്യവും മറ്റും ഇവരെ ദുരിതത്തിലാക്കി. കുറഞ്ഞ ലിംഗാനുപാതം, ആരോഗ്യരംഗത്തെ ലഭ്യത കുറവ് തുടങ്ങി പല കാരണങ്ങളും ഈ ഒരു മേഖലയിലുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെടാൻ കാരണമായി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടുത്ത കാലഘട്ടം വരെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ട്രൈബൽസ് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർ അല്ലേ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പശ്ചിമഘട്ട മലനിരകളിലും വനങ്ങളിലുമായി നിരവധി ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഗോത്രവർഗ്ഗ ജനസംഖ്യ എന്ന് പറയുന്നത് 4,84,839 ആണ്. വയനാടിന് ശേഷം ഇടുക്കിയിലാണ് ഗോത്ര ജനസംഖ്യ കൂടുതലുള്ളത്. അതിന് തൊട്ടു പിന്നിലായി പാലക്കാടും പിന്നെ കാസർഗോഡും അതിനുശേഷം കണ്ണൂരും ആണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ വരുന്നത്. ഓക്കെ, പണിയർ, ഇരുളർ, അടിയർ, കാട്ടുനായ്ക്കർ എന്നിങ്ങനെ ഉള്ള ഗോത്ര വിഭാഗക്കാരാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഏറ്റവും വലിയ വിഭാഗമാണ് പണിയർ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ മറ്റ് ഗോത്ര വിഭാഗങ്ങളും കൂടിയുണ്ട്. അവരാണ് ചോലനായ്ക്കർ, കുറുമ്പർ, കാട്ടുനായ്ക്കർ തുടങ്ങിയവർ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രാകൃതമായ ഗോത്ര വിഭാഗമാണ് ചോലനായ്ക്കർ എന്ന് പറയുന്നത്. ഇവരെ കാണുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനങ്ങളിലാണ്. കാട്ടുനായ്ക്കർ കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ്. അതുപോലെ പാലക്കാടുള്ളവരാണ്, അട്ടപ്പാടിയിലുള്ളവരാണ് കുറുമ്പർ. കാസർഗോഡ് ജില്ലയിലുള്ളവർ കൊരകർ എന്നിങ്ങനെയാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇക്കൂട്ടർ ഇന്നും പിന്നിലാണ്. ഇക്കൂട്ടർ പരമ്പരാഗത തൊഴിലുകൾ ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തുന്നതിനാലും അതുപോലെ തന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഇവരിൽ നിലനിൽക്കുന്നതിനാലൊക്കെ ഇവർ ഇന്നും ഒരു സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്നവരായിട്ട് തന്നെ തുടരുകയാണ് അല്ലേ. അപ്പം ഇവർ ഇന്നത്തെ നമ്മുടെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിലേക്കൊന്നും ഇവരിൽ മെച്ചങ്ങൾ വന്നിട്ടില്ല. ഇവരിൽ ചിലരൊക്കെ ഇന്നും നല്ല ഉദ്യോഗം നേടി പോകുന്നുണ്ട് എങ്കിലും അധിക പേരും എന്ത് ചെയ്യാണ്, അവരുടെ പരമ്പരാഗത തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർ നേരിട്ടിരുന്ന മറ്റ് വെല്ലുവിളികളാണ് ഭൂമി കയ്യേറ്റം, ദാരിദ്ര്യം, അസുഖം തുടങ്ങി നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആണ് ഇന്നും ഇവർ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലെ ഗോത്ര വിഭാഗക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം. കാസർഗോഡ് ജില്ലയിലുള്ളവർ കൊരകർ, അട്ടപ്പാടിയിൽ കുറുമ്പർ, ഇരുളർ, മൂടർ എന്നിവയൊക്കെയാണ്. വയനാട്ടിൽ പണിയർ, അടിയാർ, കണലാടി, കുറിച്യർ, മുള്ളുകുറുമ്പർ, കാട്ടുനായ്ക്കർ എന്നിവർ. ഇടുക്കി ജില്ലയിലുള്ളവർ വലയരയൻ, മുത്തുവൻ, മണ്ണാൻ എന്നിവരൊക്കെ. പിന്നെ പറമ്പിക്കുളം ഭാഗത്തുള്ളവരാണ് കാടർ, മലസർ, മലമലസർ എന്നിവരൊക്കെ. നിലമ്പൂർ വനങ്ങളിൽ ചോലനായ്ക്കർ, കാടർ, പണിയർ എന്നിവരെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെയും പഠിച്ചു, അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെയും പഠിച്ചു അല്ലേ. അടുത്തതാണ് ഫാർമേഴ്സ്, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലുകളുടെ മേഖലകളിൽ പ്രാഥമിക മേഖലയിൽ വരുന്നതാണെന്ത്, കൃഷി. 3 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇതിൽ പ്രൈമറി സെക്ടറിൽ വരുന്നതാണെന്ത്, കൃഷി അല്ലേ. ഓക്കെ, ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട്. കൃഷിയിലൂടെ വരുമാനം നേടി ഏകദേശം 58% ഗ്രാമീണ കുടുംബം ജീവിതം പുലർത്തുന്നുണ്ട്. 1960-61 കാലഘട്ടങ്ങളിലൊക്കെ കേരളവും കാർഷിക മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. എന്നാൽ 2013-14 കാലഘട്ടമായപ്പോഴേക്കും ഇതിൽ വലിയ തോതിൽ ഇടിവ് വന്നു.
ഓക്കെ, കേരളത്തിലെ അധികം ആളുകളും പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മറ്റ് തൊഴിലുകൾ വളർന്നു വന്നതിലൂടെ ആളുകൾ പലരും കൃഷി നിർത്തി അതിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഓക്കെ, 1960-61 കാലഘട്ടങ്ങളിൽ 55% ആളുകൾ കൃഷി ചെയ്തിരുന്നെങ്കിൽ 2013-14 കാലഘട്ടമായപ്പോഴേക്കും 8.95% മാത്രം ആളുകളാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ ഈ ഒരു കൃഷി മതിയാക്കിയിട്ട് മറ്റ് ജോലികളിലേക്ക് പോകാൻ കാരണമായത് വലിയ ഉൽപ്പാദന ചെലവും അതുപോലെ തന്നെ കുറഞ്ഞ ലാഭവുമാണ്. അതോടൊപ്പം തന്നെ ചില കർഷക നിയമങ്ങൾ കർഷകരെ കൃഷിയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചു. അവർ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. അതോടെ കാർഷിക മേഖലയിൽ വൻ ഇടിവ് വന്നു. കർഷകർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയായിരുന്നു. ഇന്ന് കൃഷി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ആളുകൾ അധ്വാനിക്കേണ്ടി വന്നിരുന്നു അല്ലേ, എന്നാൽ ആ സ്ഥാനത്തൊക്കെ ഇന്ന് യന്ത്രങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആധുനിക കാർഷിക സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തത കർഷകരെ ഇതിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചു. അടുത്തത് പരമ്പരാഗത വിളകളെ ആശ്രയിക്കലാണ്. ആളുകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ വിളകൾ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഇന്നത്തെ മാർക്കറ്റ് മാറിയതിനനുസരിച്ച് അവർ മാറുന്നില്ല. ഓക്കെ, പിന്നെയോ സംഭരണ സൗകര്യങ്ങളുടെ അഭാവം. പണ്ട് പല പത്തായങ്ങൾ, നിലവറകളൊക്കെ ഉണ്ടായിരുന്നല്ലേ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ. എന്നാൽ ഇന്ന് അതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ അത്തരം സംഭരണ സൗകര്യങ്ങളുടെ കുറവ് മൂലമാണ് കർഷകർ ഇതിൽ നിന്നും മാറിപ്പോകാനുള്ള കാരണങ്ങൾ. പിന്നെ ജലത്തിൻ്റെ ലഭ്യതക്കുറവ്, ഉയർന്ന പലിശ നിരക്ക്, ചെറുകിട കർഷകർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാത്തതൊക്കെ കർഷകരെ ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർഷകർ നേരിട്ടിരുന്ന പ്രതിസന്ധികളൊക്കെ ആയിരുന്നു. ഓക്കെ, അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് തന്നെ കയ്യിൽ നിന്നെടുത്ത് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ക്ലാസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.